നമസ്കാരം. നമസ്കാരം. യുദ്ധം വീണ്ടും പിരിമുറുകയാണ്. നമ്മുടെ ട്രംപിന് യുദ്ധമില്ലാതെ ജീവിക്കാൻ പറ്റില്ല, തിരിച്ച് ഇറാൻ ആകട്ടെ തിരിച്ചടി കൊടുക്കാതെ ഉറക്കമില്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. വീണ്ടും പശ്ചിമേഷ്യ വളരെ ഭീതിജനകമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ട്രംപ് എന്തെങ്കിലും യുദ്ധം നിർത്താൻ സാധ്യതയുണ്ടോ? ഇറാൻ തിരിച്ചടി നിർത്താൻ സാധ്യതയുണ്ടോ? എന്തൊക്കെ സ്ഥിതികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇത് രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൻ്റെ മൊത്തമുള്ള സ്ട്രാറ്റജി ട്രംപും മാറ്റി, ഇറാനും മാറ്റി. ഇറാനെ പൂർണ്ണമായിട്ട് ട്രംപിൻ്റെ അധീനതയിൽ ഉള്ളൊരു ഭരണകൂടം ഉണ്ടാകുന്ന ഒരു യുദ്ധം ഈ രീതിയിൽ പോകും. ഇവിടെയും വേറെ ടെസ്റ്റുകൾ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ എല്ലാ യുദ്ധങ്ങളും എല്ലാ ആക്രമണങ്ങളും ഗൾഫ് രാജ്യങ്ങൾക്കെതിരായിട്ടാണ് നടത്തിയിരിക്കുന്നത്. സൗദി അറേബ്യ ഉൾപ്പെടെ അങ്ങനെയുള്ള രാജ്യങ്ങൾക്കെതിരായിട്ടുള്ള. പക്ഷേ അവിടെ അവരുടെ അമേരിക്കൻ ബേസ് ക്യാമ്പുള്ള സ്ഥലം എന്നാണ് പറയുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് നടന്ന ഏറ്റവും തീവ്രമായ ഇറാൻ്റെ ഡ്രോൺ ആക്രമണത്തിൽ UAE തൊട്ടില്ല, സൗദി അറേബ്യ തൊട്ടില്ല, ആകപ്പാടെ ബഹ്റിനെ അങ്ങനെയുള്ള 2 രാജ്യങ്ങളെ തൊട്ടിട്ടുള്ളൂ. ആ ട്വിസ്റ്റ് എങ്ങനെ ഉണ്ടായി, എന്തിനുണ്ടാകും? ചെറിയ താരതമ്യേന അപ്രധാനമായ കുവൈത്ത്, ബഹ്റൈൻ, ഖത്തർ, UAE, സൗദി അറേബ്യ ഈ രാജ്യങ്ങളെല്ലാം ബേസ്മെന്റുകൾ ആക്രമിച്ചിട്ടുണ്ട്. അത് ഈ റീസെന്റ് ആയിട്ടുള്ള ഇതിൽ ആക്രമിച്ചിട്ടില്ല. എവിടെയൊക്കെ ആക്രമിച്ചു? സൗദിയെ ആക്രമിച്ചിട്ടില്ല, UAE ആക്രമിച്ചിട്ടില്ല. UAE ആക്രമിച്ചു, കാര്യമായി ശല്യമൊന്നും ചെയ്തിട്ടില്ല. UAE ആക്രമിച്ചു. പിന്നെ ജോർദാൻ ആക്രമിച്ചു. പിന്നെ രണ്ടാമത് ഏറ്റവും ഇതിന്റെ കൗതുകം, അതിനേക്കാൾ കൗതുകം, അതിവിടെ ഈ ഇറാൻ അനുകൂലമായി പറയാൻ നിരീക്ഷകരൊക്കെ പറയാൻ ബാധ്യസ്ഥരായിരിക്കും. എത്ര അമേരിക്കൻ പട്ടാളക്കാരല്ലേ, പൈലറ്റുമാർ, ക്യാപ്റ്റന്മാർ അല്ലെ ഇസ്രായേലിൻ്റെ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പാവം ഇന്ത്യക്കാർ, നാവികർ, മച്ചനവി പോകുന്നവനൊക്കെ ചാകുന്നത്. ഹോർമിസ് കടലിൽ കൂടെ വന്ന കപ്പൽ ആക്രമിച്ച് ജലപാത മാറിപ്പോയി എന്നതിൻ്റെ പേരിൽ ലംഘിച്ചു എന്നുള്ള പേരിൽ ഇന്ത്യൻ കപ്പലും ആക്രമിച്ചു. അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ കപ്പൽ അതിൻ്റെ ചുറ്റുവട്ടം മുഴുവനുണ്ട്, വേറെ ഇഷ്ടം പോലെ. ഇത് കച്ചവടം മാത്രമായിരിക്കില്ല, മിലിറ്ററി കപ്പലുണ്ടാവും. ഒന്നും തൊട്ടിട്ടില്ല, അതിന് തൊടാതെ. ഈ ഡ്രോൺ എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് വേണേൽ വിടാമല്ലോ. 140 കേന്ദ്രങ്ങളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ഇറാന്റെ കേന്ദ്രങ്ങളിൽ ആക്രമിക്കുന്നത്. അതോടൊപ്പം ഇപ്പുറത്താണെങ്കിൽ ഹോർമിസ് കടലിടുക്കിലൂടെ അല്ലാതെ ജലപാതയിൽ കയറി പോകുന്ന കപ്പലുകൾ ആക്രമിക്കാൻ കുവൈറ്റിൻ്റെയും സൗദി അറേബ്യൻ്റെയും കപ്പൽ ആക്രമിച്ചു. പിന്നെ കുവൈറ്റിലേക്കും അതേപോലെ ബഹ്റൈനിലേക്കും ഖത്തറിലേക്കൊക്കെയാണ് ഇപ്പം അവസാനമായിട്ട് ആക്രമണം നടന്നിരിക്കുന്നത്. അതായത് യുദ്ധം നമ്മൾ എത്ര തീർന്നു എന്ന് പറയുമ്പോൾ അതിന് 10 മടങ്ങ് ശക്തിയോട് കൂടിയിട്ട് ആക്രമണം തുടരുകയാണ്. ട്രംപ് എന്ന് പറയുന്നത് ഒരു യുദ്ധവെറിയനാണ് എന്നൊക്കെ പറയുമെങ്കിലും അദ്ദേഹത്തിന് സമാധാനത്തിന് വേണ്ടി, നോബൽ സമ്മാനത്തിന് വേണ്ടി, അദ്ദേഹം ലോക സമാധാനത്തിന് വേണ്ടി യുദ്ധങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി യുദ്ധം ഉണ്ടാക്കിയിട്ട് സമാധാനം ഉണ്ടാക്കാനാണ്. അപ്പോൾ അദ്ദേഹം അടിപ്പിക്കുക, പിന്നെ സമാധാനം ഉണ്ടാക്കുക. അങ്ങനെ സമാധാനം ഉണ്ടാക്കുന്നത് അടുപ്പിച്ചിട്ട് ആണ് എന്ന് പഠിച്ച ഒരാളാണെന്ന് തോന്നുന്നു. അപ്പം ഈ വിധത്തിൽ പോകുമ്പോൾ ലോകത്ത് വീണ്ടും എണ്ണവില കൂടുകയാണ്. ക്രൂഡ് ഓയിലിൻ്റെ വില കയറി ഇന്നലെ $89 മാറി എന്നൊക്കെയാണ് പുറത്ത് പറയുന്നത്. അപ്പം അതിങ്ങനെ കയറി 120 വരെ എത്തിയതാണല്ലോ. ഇതെവിടെ എത്തിച്ചേരും ആക്ച്വലി? സാർ പറഞ്ഞ ആ കാര്യം തന്നെ ലാസ്റ്റ് ആലോചിച്ച് നോക്കി. എണ്ണ വില, ക്രൂഡ് ഓയിൽ വില ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരാഴ്ച മുമ്പ് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് അമേരിക്കയ്ക്ക് വേണ്ട രാജ്യം, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ലയോ? ഇനി വീണ്ടും കൂടും, ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും കുറയ്ക്കും. അപ്പോൾ ഈ കൊടുക്കൽ വാങ്ങൽ കച്ചവടത്തിൽ ഞാൻ പറയുന്നത് പൂർണ്ണമായും ഇറാനും അമേരിക്കയുടെ അല്ലെ ഇറാൻ്റെയും അമേരിക്കയുടെയും കുറേ നേതാക്കൾ അറിഞ്ഞുകൊണ്ട് നടത്തുന്ന കച്ചവടമായിരുന്നു. ഈ ചർച്ചയിലൊക്കെ വിട്ടുപോകുന്നൊരു ഭാഗം സൗദി അറേബ്യയിലേക്ക് ഇത്തവണ മിസൈൽ വിട്ടിരിക്കുന്നത് ഇറാനല്ല, ഹൂത്തീസ് റിബലുകളാണ്, തീവ്രവാദികളെ വിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ തീവ്രവാദികളെ ഉപയോഗിച്ചുള്ള മറ്റിടത്ത് ഹിസ്ബുള്ള തീവ്രവാദികളെ ഉപയോഗിച്ചുള്ള ആക്രമണം നിർത്തുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ തന്നെയാണ്. ഇപ്പം ഹമാസിനെ ഏറെക്കുറെ ഡിസ്ബാൻഡ് ചെയ്തു. അതുപോലെ തന്നെ ഹിസ്ബുള്ളയും ഇതുപോലെ തീവ്രവാദികൾ. ഇതിനിടയിൽ ട്രംപിനെ തീർക്കാൻ വേണ്ടി ചില പദ്ധതികൾ ഇട്ടു എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നുണ്ട്. 14 ദിവസത്തിനുള്ളിൽ, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയ റിപ്പോർട്ട് ഇസ്രായേൽ കൊടുത്തിരിക്കും, 14 ദിവസത്തിനുള്ളിൽ 2 വീക്സിൻ്റെ ഉള്ളിൽ ട്രംപിനെ തീർക്കും എന്നാണ് പറയുന്നത്. ഇത് എത്രമാത്രം പ്രാവർത്തികമാകാൻ സാധ്യതയുണ്ട്? ട്രംപ് വളരെ എന്തൊക്കെ പറഞ്ഞാലും പേടിക്കൊള്ളലാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അധികം കൂടുതൽ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കുന്നു. അദ്ദേഹത്തിന് എവിടേക്ക് പോകണോ അവിടേക്ക് തന്നെ കൃത്യമായിട്ട് സുരക്ഷാ സന്നാഹങ്ങൾ വളരെ ശക്തമാക്കിയിരിക്കുകയാണ്. രഹസ്യാന്വേഷണ ഏജൻസി സംഘങ്ങളും അദ്ദേഹത്തിന് ചുറ്റുവട്ടം നടക്കുന്നുണ്ട്. മൊസാദ് ആണെങ്കിൽ കൃത്യമായി പറയുകയാണ്, ഇറാൻ ഓൾറെഡി ഡിസൈഡഡ് ആയത്തുള്ള ഖമേനിയെ തകർത്തതിന് പകരം വീട്ടിയിരിക്കും
അദ്ദേഹത്തിൻ്റെ മകൻ ഡിസിഷൻ എടുത്തു, പറഞ്ഞു കഴിഞ്ഞു, അതിനുള്ള ഏർപ്പാടും ചെയ്തു കഴിഞ്ഞു. വളരെ ഗൗരവമായിട്ടുള്ള സംഭവവികാസമാണ് നടക്കാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് എന്താണ്? ഇതിൻ്റെ മറുവശം സാറൊന്നല്ല ചെയ്യും. ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ അല്ലെ ഇസ്രായേലിനെ ആവശ്യത്തിലുള്ള സപ്പോർട്ട് ചെയ്യുന്നതിൽ അമേരിക്കക്കകത്ത് എതിർപ്പ് ശക്തിപ്പെടുകയാണ്. കോൺഗ്രസിൽ വരെ ശക്തമായ രൂപത്തിൽ യുദ്ധവിരുദ്ധ റാലികൾ വർദ്ധിക്കുന്നു. അല്ല, കോൺഗ്രസ് വരെ വോട്ട് വന്നു. യുദ്ധം സെനറ്റിലൊക്കെ ഭയങ്കര എതിർപ്പ് വരുന്നു. ആ സമയത്ത് ട്രംപിനെ അവരുടെ പ്രസിഡന്റിനെ കൊല്ലാൻ പോകുന്നു, ഏതെങ്കിലും കൊല്ലാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്ത വന്നല്ലോ. ജനം മുഴുവൻ അവരോട് നോക്കും. അമേരിക്കയ്ക്ക് എതിരായിട്ട് പല കാര്യങ്ങളിലും പല യുദ്ധങ്ങളിലും ഇപ്പോഴല്ല, നേരത്തെ പണ്ട് തൊട്ട് സെക്കൻഡ് വേൾഡ് വാർ തൊട്ട് ഫസ്റ്റ് വേൾഡ് വാർ തൊട്ട് അമേരിക്കൻ്റെ പ്രസ്റ്റീജിനെ ആരെങ്കിലും അറ്റാക്ക് ചെയ്താൽ ആ സമയം അമേരിക്കയുടെ സ്വഭാവം മാറും, ജനങ്ങളുടെ സ്വഭാവം മാറും. ഇപ്പം ഇറാനെ അതിന് അനുകൂലമായി ചിന്തിക്കുന്ന സമാധാനപ്രേമികളായ പീസ് ലിവിങ് ആയിട്ടുള്ള കുറേ ആൾക്കാർ പോലും അമേരിക്കൻ പ്രസിഡന്റ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നുള്ള വാർത്ത തന്നെ അമേരിക്കക്കാരെ മുഴുവൻ യോജിപ്പിക്കാനുള്ള കണ്ണി. ഇത് അമേരിക്ക തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണെന്നാണോ താങ്കൾ പറയുന്നത്? ഞാനങ്ങനെ പറയും. അതായത് അമേരിക്ക ആയത്തുള്ള ഖൊമനീന്റെ കാര്യത്തിൽ അറ്റാക്ക് നടന്നപ്പോൾ, അയാൾ കൊല്ലപ്പെട്ടപ്പോൾ അവിടെയുള്ള ജനം ഒറ്റക്കെട്ടായി ആയത്തുള്ള കൂടെ നിന്നു. അവിടെയുള്ള അധികം ആത്മീയ നേതാവാണല്ലോ. കൺസോൾട്ടേഷൻ ഉണ്ടാവുകയും ഇറാഖിലടക്കം അതിന് അദ്ദേഹത്തിന്റെ അവസാനം ബോഡി ഒന്ന് കാണാൻ വേണ്ടി 10,000 ലക്ഷക്കണക്കിന് ആൾക്കാർ തടിച്ചുകൂടി അവിടെയൊക്കെ കൊണ്ടുപോയി എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ അമേരിക്ക ഇറാൻ്റെ ഉള്ളിലുണ്ടായിരുന്ന അടിപിടിയൊക്കെ നിന്നു. അവർ പലതരത്തിൽ ഭിന്നിപ്പുണ്ടായിരുന്നു. അതിനു മുമ്പ് സമരമുണ്ടായിരുന്നു, ഡ്രസ്സിൻ്റെ കാര്യത്തിൽ സമരമുണ്ടായിരുന്നു, ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും നോട്ട് മാറ്റത്തിൻ്റെ വിലക്കയറ്റത്തിൻ്റെ വലിയ പ്രക്ഷോഭം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ യാതൊരു പ്രശ്നമില്ല. ഒറ്റ അതുകൊണ്ട് അമേരിക്കയെ തകർക്കുക, ഇസ്രയേലിനെ തകർക്കുക എന്നുള്ളതിലെത്തി. ഇതേപോലെ അമേരിക്കയിൽ ട്രംപിനെ തൊടുന്നു എന്ന് പറയുമ്പോൾ പ്രശ്നം മാറുമെന്നാണോ കരുതുന്നത്? ഉറപ്പായിട്ടും. ഇവിടെ ഇതിൻ്റെ തന്നെ എടുത്തു, ഇറാൻ്റെ തന്നെ എടുത്തു. ഇറാൻ ചിന്ന ഭിന്നമായി തകരുക എന്നൊരു സിറ്റുവേഷൻ അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെടാൻ പറ്റുമോ? ഇറാൻ ഇല്ലെങ്കിൽ, മുസ്ലിം ലോകത്തുനിന്ന് ഇറാൻ എന്നുള്ള രാജ്യം, ഷിയ രാജ്യം അങ്ങോട്ട് ഇല്ലാതായാൽ പിന്നെ ആരാ മുസ്ലിം ലോകം വരിക? ഒറ്റ ശക്തിയുള്ളൂ. സൗദി അറേബ്യ അവരും കൂടെ ചേർന്ന് ഒറ്റ ഇസ്ലാമിക് രാജ്യമാവും. ഖിലാഫത്ത് തമ്മിലടിച്ച് നിൽക്കണം, അതാണ് അമേരിക്കയുടെ ആഗ്രഹം. അതായത് ഈ രാജ്യം ഷിയ രാജ്യമായ ഇറാൻ ശക്തമായി തന്നെ നിലനിൽക്കണം, തകരാൻ പാടില്ല. അതായത് സൗദി അറേബ്യയെ പോലുള്ള രാജ്യങ്ങൾ തങ്ങളുടെ കീഴിൽ നിൽക്കണമെങ്കിൽ അവിടെ യുദ്ധം വേണം, തമ്മിലടി വേണം. അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അവരുണ്ടാക്കിയില്ലെങ്കിൽ അവരുണ്ടാക്കും. അതാണ് ട്രംപിന്റെ, അല്ലെ ട്രംപ് എന്ന് പറയേണ്ട, അമേരിക്കയുടെ അൾട്ടിമേറ്റ് ചെയ്യും. ഇത് ഇഷ്ടംപോലെ അവിടെയുള്ള എണ്ണ വ്യാപാരം, മറ്റുള്ള വ്യാപാരങ്ങളിൽ കൈകടത്ത് അവരെ കൺട്രോളിൽ കൊണ്ടുവരണം. വെനിസ്വേലയിൽ ഉണ്ടാക്കിയ പോലെ വേണമെങ്കിൽ ഇവിടുത്തെ ആളെയും കൊണ്ടുപോയ അതിന് പറ്റുന്നില്ല. ഇവിടെ ഒറ്റയടിക്ക് പറ്റുന്നില്ല, കാരണം ചുറ്റും വേറെ രാജ്യങ്ങളാണ് മുഴുവൻ കിടക്കുന്നത്. അല്ല, രാജ്യങ്ങളെല്ലാം. ഇതിന്റെ ഒരു ചെറിയ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഇപ്പോൾ ഇറാഖുമായിട്ടുള്ള യുദ്ധത്തിൽ ആദ്യം അമേരിക്ക ഇറാഖ് യുദ്ധത്തിൽ ഹെൻറി കിസ്സിഞ്ചർ എന്ന ഒരാളായിരുന്നു സ്റ്റേറ്റ് സെക്രട്ടറി അമേരിക്കയുടെ. ഈ ഹെൻറി കിസ്സിഞ്ചർ ഒരു കാര്യം പറഞ്ഞു, ഇറാഖിൻ്റെ റിപ്പബ്ലിക്കൻ ആർമിയുടെ കരയിൽ യുദ്ധത്തിന് അമേരിക്കൻ സൈന്യം വന്നാൽ പൊടി പോലും കാണിയില്ല. ലോകത്തുള്ള പത്രങ്ങൾ മുഴുവൻ പറഞ്ഞു അമേരിക്ക കരയുദ്ധത്തിന് താല്പര്യമില്ല, മോളിൽ നിന്ന് ബോംബ് വർഷിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് അന്നത്തെ നിരീക്ഷകർ എഴുതി, കിസ്സിഞ്ചർ പേഴ്സണലായിട്ട് പറഞ്ഞതായിട്ട്, ഇത് പറഞ്ഞെങ്കിൽ മാത്രമേ യുദ്ധം കണ്ടിന്യൂ ചെയ്യാൻ അമേരിക്കയ്ക്ക് പറ്റുള്ളൂ. അമേരിക്ക ഇങ്ങനെ ബോംബിടാൻ പോകുന്ന ഇറാഖിൻ്റെ ആർമി ഭയങ്കരമാണ്, നമ്മളെ തകർക്കാൻ പോകുന്ന ആർമിയാണ് എന്ന് പറഞ്ഞെങ്കിൽ വീണ്ടും ആ യുദ്ധം കണ്ടിന്യൂ ചെയ്യാനും പൂർണ്ണമായിട്ട് ഇറാഖിനെ സദ്ദാം ഹുസൈനെ ഇല്ലാതാക്കാൻ സാധിക്കും. ആ പോളിസി അവർ ഫോളോ ചെയ്തു, അവർ തന്നെ പ്രചരിപ്പിക്കുന്നത്. അതായത് ഇന്നലെ സ്പെയിനും നമ്മുടെ ഇവരും തമ്മിലുള്ള ഫ്രാൻസും തമ്മിലുള്ള മത്സരത്തിൽ അവർ ചെയ്തത് എന്താണ്? ആദ്യ ഹാഫ് വരെ ശരിക്കും ഫൈറ്റ് ചെയ്തു. എംബാവേനെ ബോൾ കിട്ടാതെ അവർ കൃത്യമായി പ്ലാൻ ചെയ്തിട്ട് പ്രകാരം പുതിയ രീതിയിൽ ഹാഫ് ടൈമിന് ശേഷം എംബാവയ്ക്ക് വരുന്ന ബോൾ വരാതെ സൂക്ഷിച്ച് അവർ കൊണ്ടുപോയി. എംബാവയ്ക്ക് ഒരു ബോളിന് മുന്നിലല്ലേ, പിന്നെ അവർ സ്ട്രാറ്റജി മാറ്റി. രണ്ടാമത്തെ പകുതിയിൽ ഫ്രാൻസിന്റെ ഒരു ഒന്നും നടന്നില്ല. പകരം സ്പെയിൻ മാത്രമാണ് കളിക്കളത്തിലുണ്ടായത്. കാരണം ബോൾ വിട്ടുകൊടുക്കാതെയുള്ള കളി, കൃത്യമായിട്ടുള്ള ഒരു സംവിധാനം വന്നപ്പോൾ അടിക്കുകയും ചെയ്തു. അത് ഫ്രാൻസിനെ അടിച്ച് തകർത്ത പോലെ, അതായത് ഒരു പുതിയ സ്ട്രാറ്റജി കൊണ്ടുവരിക, അതിന്റെ പിന്നാലെ മറ്റവർ പോയി, ഇവരെ സ്ട്രാറ്റജി നടപ്പിലാക്കുകയും ചെയ്തു. അപ്പോൾ അമേരിക്ക ഓരോ സമയത്തും ഒരു അജണ്ട നിശ്ചയിക്കുന്നു, അതിന് പിന്നാലെ മറ്റു രാജ്യങ്ങൾ പോകേണ്ടി വരുന്നു. അല്ല, ഭയങ്കര സ്കഡ് മിസൈൽ എന്ത് ഭയങ്കരമായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത്, പാട്രിയോട്ട് എന്നുള്ള മിസൈൽ ഉണ്ടെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നല്ലോ. അവസാനം സ്കഡ് മിസൈൽ ചെന്ന് ഇസ്രായേൽ വീഴാൻ തുടങ്ങിയപ്പോൾ അടിച്ച് പൊട്ടിച്ചപ്പോഴാണ് മനസ്സിലായി ഇങ്ങനെ ഒരു മിസൈൽ അമേരിക്ക ഉണ്ടെന്ന്. ഇപ്പോൾ അമേരിക്കയിലുണ്ട്, ഇപ്പോഴും കേൾക്കുന്നുണ്ട്, പുതിയ ആയുധങ്ങളുണ്ട്, ആയുധ സംവിധാനങ്ങളുണ്ട്, മനുഷ്യനെ തന്നെ ഇമ്മൊബിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഈ കൂട്ടത്തിൽ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മുടെ ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ യുദ്ധം തൽക്കാലം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. പിന്നെ രണ്ടാമത് അവസാനിക്കാൻ പോകുന്നത് ഇസ്രായേലിൻ്റെ ഒരു ഡിമാൻഡുണ്ട്,
ഹമാസ്, ഹൂത്തികൾ, ഹിസ്ബുള്ള ഇങ്ങനെയുള്ള ഹമാസിനെ ഇല്ലാതാക്കി. ഇങ്ങനെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളെ ഇല്ലാതാക്കണം. അത് പാകിസ്ഥാൻ വരെ പ്രോത്സാഹിപ്പിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട്. അതില്ലാതാക്കാനുള്ള ഏത് ശ്രമവും ഇന്ത്യക്ക് അനുഗ്രഹിക്കും. എന്തായാലും യുദ്ധം അവസാനിക്കുന്നില്ല, ട്രംപിൻ്റെ ഭിന്നിപ്പിക്കലും അവസാനിക്കില്ല. അവസാനം ട്രംപ് വെടിയേറ്റ് മരിക്കുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് ചോദ്യം. കാരണം ട്രംപിനെ കൊല്ലാൻ അവിടെയുള്ള ആൾക്കാർ എന്നെ കൊന്നിട്ട് ഇറാൻ്റെ തലയിൽ ഇടാനും സാധ്യതയുണ്ട്. അതിന് 100% സാധ്യതയുണ്ട്. അപ്പോൾ അവസാനം വെടിയേറ്റ് മരിക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ഇറാൻ്റെ തലയിലേക്ക് വീഴും. ഇറാൻ ഇപ്പം അതിൻ്റെ ഇപ്പോഴത്തെ പരമോന്നത നേതാവ് പറഞ്ഞിരിക്കുന്നു 14 ദിവസത്തിനുള്ളിൽ നമ്മുടെ ട്രംപിനെ തീർത്തിരിക്കണം. പിന്നെ യൂറോപ്യൻ യൂണിയന്റെ മുഴുവൻ രാജ്യങ്ങളും എന്തൊക്കെ പറഞ്ഞാലും ട്രംപിന് ഇപ്പോൾ ഭീഷണി സ്വന്തമായിട്ട് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സമീപനങ്ങളിൽ മനസ്സിലാവുന്നത്. ഇന്നലത്തെ ഡിവാസ്റ്റേറ്റിംഗ് ആയിരുന്നു അമേരിക്കയുടെ പ്രഹരം. അതിൻ്റെ അകത്ത് രക്ഷപ്പെട്ട് വരാൻ പറ്റുമോ? യുദ്ധത്തിൽ ഇറങ്ങി കുടുങ്ങിയിരിക്കുകയാണ് സത്യത്തിൽ അമേരിക്ക എന്നുള്ളതാണ് സത്യം. അമേരിക്കയുടെ ഉദ്ദേശങ്ങളൊന്നും സാധിച്ചിട്ടില്ല. പക്ഷേ ഒരു ഓപ്പണിങ്സ് ഒത്തിരി സാധാരണ തമ്മിലടിപ്പിച്ച് കാര്യം നേടുന്ന അമേരിക്കയ്ക്ക് ഇത്തവണ ഇറാന്റെ മേലിൽ തുടങ്ങിയ ആക്രമണം, അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്ത ആയത്തുള്ള ഖൊമേനിയെ അടക്കം കൊന്ന സംഭവത്തിൽ പിന്നീട് അവിടെയുള്ള ജനങ്ങൾ ഒറ്റക്കെട്ടായി നീങ്ങുന്നതാണ് കണ്ടത്. ഇതെന്ന് മനസ്സിലാക്കേണ്ട അമേരിക്കയുടെ കളികൾ പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്നുള്ളതാണ് എന്ന് വേണം പറയാം. എന്നാൽ ട്രംപ് വല്ലാത്തൊരു കുടുക്കിലാണ് കുടുങ്ങിയിരിക്കുന്നത്. അവസാനം ജീവനും പോകുമോ, അദ്ദേഹം കൊല്ലപ്പെടുമോ എന്നുള്ള സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതിനും ഇത്തരത്തിൽ ഇറാന് ഫൈറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അമേരിക്കയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാക്കി അവിടെ ആൾക്കാരെ വിലക്കെടുത്ത് കൊല്ലാനും കൊട്ടേഷൻ പ്രകാരം കൊല്ലാനും കഴിയും. അത് വന്നാൽ അമേരിക്കയ്ക്ക് തന്നെയാണ് വലിയ നഷ്ടമുണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് സത്യം. ഇറാന്റെ മുന്നിൽ ഉക്രൈന് മുന്നിൽ തോറ്റു നിൽക്കുന്ന റഷ്യയെ പോലെ ഇറാന്റെ മുന്നിൽ തോറ്റു നിൽക്കുന്ന അമേരിക്കയും, അതോടുകൂടി ഇറാൻ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി രാഷ്ട്രമായി വളരുകയും ചെയ്യും. ഇസ്രായേൽ അടക്കം അടിക്കാൻ സാധ്യതയുള്ള രാഷ്ട്രമായി വളരാനും സാധ്യതയുണ്ട്. നന്ദി.